നിങ്ങളൊരു പോസിറ്റീവ് കമ്മ്യൂണിക്കേറ്റർ ആണോ? ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആക്കണമെങ്കിൽ നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുണ്ടല്ലോ, ആ ആളെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കണം, ഇൻസ്പയർ ചെയ്യാൻ സാധിക്കണം, ഇമ്പാക്റ്റ് ചെയ്യാൻ സാധിക്കണം. നമ്മളിവിടെ പറയാൻ പോണ 5 പോയിന്റ്സ് ഉണ്ട്. അതാണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്താണ്ടല്ലോ നമുക്കും പറ്റും പോസിറ്റീവ് കമ്മ്യൂണിക്കേറ്റർ. ഫസ്റ്റ് പോയിന്റ് അവയർനെസ് ആണ്. ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കുറിച്ച് പലതും കേട്ടിട്ടുണ്ടാവാം. നമ്മൾ ആ സ്ട്രെസ് മോഡിലാവും, ദേഷ്യത്തിലാവും. അതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് അവയർനെസ്സോട് കൂടി അവരോട് നമ്മൾ പെരുമാറുക. സെക്കൻഡ് പോയിന്റ് വരുന്നത് അപ്രിഷ്യേറ്റ് ചെയ്യുക. നമ്മൾ അവരുടെ അച്ചീവ്മെൻറ്റ്സോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ അപ്രിഷ്യേറ്റ് ചെയ്ത് കൊടുക്കുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുണ്ടല്ലോ, ആൾ മോശക്കാരനൊന്നല്ല, ആൾ ഉഷാർ തന്നെയാണ് എന്നുള്ളതൊരു പോസിറ്റീവ് തിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത്. തേർഡ് പോയിന്റ് വരുന്നത് ലിസൺ കെയർഫുള്ളി. അവരെന്താണ് പറയണത്, ആൾക്ക് എന്താണ് സംഭവിച്ചത്, കറക്റ്റ് കേട്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ സംസാരിക്കുക. ഫോർത്ത് പോയിന്റ് എംപതറ്റിക് ലാംഗ്വേജ് ആണ്. ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയോടെ, അതുപോലെ എനിക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയോടെ നമ്മൾ സംസാരിക്കുമ്പോൾ അത് വളരെ എഫക്റ്റീവ് ആയിരിക്കും നമ്മളുടെ കമ്മ്യൂണിക്കേഷനിൽ. ഫിഫ്ത്ത് പോയിന്റ് സോഴ്സ്. നമ്മൾ ഈ കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കുറിച്ച് കേട്ടതാണെങ്കിലും കണ്ടതാണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, എന്താണെങ്കിലും സോഴ്സ് ജെന്യൂൻ ആണോ, കറക്റ്റ് അറിഞ്ഞതാണോ, അത് സത്യമാണോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഈ 5 കാര്യങ്ങളൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് എന്തായാലും അതിൽ സക്സസ് ആവാൻ സാധിക്കും. നമുക്ക് ജസ്റ്റ് റീക്യാപ്പ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് അവയർനെസ്, ദേഷ്യമൊക്കെ മാറ്റി വെച്ചിട്ട് അവയർനെസ് ഉണ്ടാവുക. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുക, അവരുടെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് ലിസൺ കെയർഫുള്ളി, അവർ പറയുന്നത് കറക്റ്റ് നമ്മൾ കേട്ടിരിക്കുക. നാലാമത്തെ പോയിന്റ് എംപതറ്റിക് ലാംഗ്വേജ് ഉപയോഗിക്കുക, അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുക. ഫിഫ്ത്ത് പോയിന്റ് സോഴ്സ് അറിയുക, അതായത് ജെന്യൂനാണോ, നമ്മൾ കേട്ട കാര്യം സത്യമാണോ എന്നുള്ളത് അറിയാം. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും പോസിറ്റീവ് കമ്മ്യൂണിക്കേറ്റർ ആവാൻ സാധിക്കും.